ഫാനുണ്ടടി തലയില്. കാണാനില്ലമ്മ. ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് എന്ത് സ്പെഷ്യല്? ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഒരു കോഴീനെ പിടിച്ച് ഫുള്ള് കറിയാക്കി. പാർക്കുട്ടിയുണ്ട്. നിങ്ങൾ ഒരു കോഴിനെ പിടിച്ചു കഴിഞ്ഞാൽ തിന്നോ? അമ്മ ചിക്കൻ കഴിക്കില്ല. ഞാൻ കഴിക്കുന്നത് നോക്കണ്ട, അവര് തിന്നെ കളയ എന്തെങ്കിലും ചെയ്തിട്ട് അവന്റെ ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കും. അല്ല പിന്നെ അവരെണ്ടാളും തിന്നോളൂ. പാറ കഴിക്കില്ലേ? സെറ്റ് സെറ്റ് ശരി, ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും എന്റെ ഏട്ടന്റെയും പാർക്കുട്ടിയുടെയും ആഗ്രഹമല്ലേ ഒരു ഫുള്ള് കോഴിനെ അങ്ങനെ തന്നെ കറി വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണത്. പീസാക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതേ നമ്മള് കോഴിനെ പിടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ മസാല പിടിക്കാനായിട്ട്. അങ്ങനെ അതേ നമ്മൾ ചിക്കൻ റെഡിയാക്കി കൊണ്ടുവന്നതേക്ക് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, മല്ലിയില, പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു മാഗി ക്യൂബ്, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് സവോള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് അങ്ങ് തിരുമ്മി ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് കറി വെക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ്. നമ്മളിത് വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയി കിട്ടും. അത് പോരാൻ തോന്നണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ അതേ വെന്തൊക്കെ വന്നതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ടും കൂടെ അരച്ച് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് കഴിക്കാൻ വേണ്ടി 2 ആളവിടെ കട്ട വെയിറ്റിംഗിലാണ്. അപ്പൊ അവര് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ലതാണോ എന്ന്. നാളെ സൂപ്പറായിട്ട് സോഫ്റ്റ്